വിരസിക്കൊണ്ട് കിടക്കുന്നത് അത് മോദി ശരിയായ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് BJP-യോട് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഈ ബുദ്ധി ഉപയോഗിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. ശരിയാണെന്ന പോലെ ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ഇത് നാട്ടില് പിന്നെ ഈ കള്ളനോട്ട് ബിസിനസ്സുകാരന്റെ മോളെയോ പനിയെത്തിയോ പെങ്ങളെയൊക്കെ കെട്ടിക്കുന്നേ കോടികൾ വാരിയിട്ട് ആഡംബരത്തിൽ കെട്ടിക്കും. നമുക്കങ്ങനെ കെട്ടിക്കാൻ അല്ല ഒക്കൂ. ഈ കള്ളനോട്ടും സ്ഥലത്തിന്റെ വില ഇത്രയും കൂടിയത് അല്ലെ സെന്റ് ഭൂമി വാങ്ങിക്കാനോ അമ്മമാരുടെ വീട് കൊട്ടിയിരിക്കുന്ന ആഡംബരം അത് കാണുമ്പോ നമ്മളൊരു സങ്കടപ്പെടും. നമുക്കിതൊരു ഭാഗ്യമില്ലല്ലോ. പക്ഷെ ഇവൻ കാണിക്കുന്ന തന്തേനോ ഇതിൽ നമ്മളെന്തോ ചെയ്യാൻ ഒക്കും. ഇവന്മാര് എന്തായാലും ഇത് ഇനി വരുന്ന നോട്ടും ഇവന്മാര് കണ്ട് പഠിച്ചടിക്കും. ഇപ്പോഴത്തെ നോട്ട് പുതിയത് അച്ചടിക്കാൻ പാടാണ്. അന്നിത് നന്നായിരിക്കട്ടെ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഇതിന് നമ്മൾ ഒത്തു നിൽക്കാൻ പറയും. എനിക്ക് BJP-യോട് എനിക്ക് ഭയങ്കര ഒരു പുതിയൊരു പാർട്ടി എന്നൊക്കെ ഉള്ള ഒരു അലർജി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ നോട്ടിന്റെ പ്രശ്നം വന്നതിന് പിന്നീട് അങ്ങനെ തൊടുവാനാ മഹാത്മജിയെ തൊഴുന്നത് പോലെ ഇയാളെ തൊഴുകണമെന്ന് തോന്നുക. ഇയാൾ ഇങ്ങനെ ഒരു വേല ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നേ ഇത്രയും നേതാക്കന്മാരിരുന്നൊക്കെ ആരും ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല. ഈ ബുദ്ധി ആർക്കും പോയില്ലല്ലോ. പക്ഷെ കുഞ്ഞേ ഈ പുതിയ നോട്ട് അടിച്ചു വെച്ചേച്ച ഇയാൾ ഇത് അടിച്ചു വെച്ചിട്ടല്ലയോ? അടിച്ചു വെച്ചില്ലെങ്കിലേ ഇപ്പൊ ഈ 2 ദിവസത്തിനകത്ത് ഈ പരിപാടികൾ ഇത്ര നടക്കത്തില്ലല്ലോ. ഞങ്ങള് പിന്നെ ബുദ്ധിമുട്ടി പോകത്തില്ലേ? നമ്മളിത് നിർത്തി കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാ പിന്നെ ലേറ്റോ അപ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്തംഭിച്ചു പോകും. എന്നെ ദൈവം ഒരു അനുഗ്രഹം എനിക്ക് തന്നത് നീ കേൾക്കണോ? അങ്ങ് എത്ര ദൈവത്തെ വിളിച്ചാലും മതിയാകാത്ത ഒരു സന്തോഷം ഈ നോട്ടിന്റെ ഈ ഡിലേയിൽ എനിക്ക് വന്ന് സംഭവിച്ചു കേട്ടോ. എനിക്ക് മാത്രം